ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എംബാങ്കിനെ കുറിച്ചാണ്. അതായത് എംബാങ്കിൽ നിന്നും എങ്ങനെയാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. ഞാൻ ഓൾറെഡി 2-3 വീഡിയോ എംബാങ്കിനെ കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് കുറേ പേര് ഡൗട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് എംബാങ്കിൽ നിന്നും പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, എംബാങ്കിൽ നിന്നും എംബാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് എമൗണ്ട് ആകുമോ, അതുപോലെ തന്നെ എംബാങ്കിൽ നിന്നും വേറെ ഏതെങ്കിലും UAE-യിലുള്ള ബാങ്കിലോട്ട് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിന് എമൗണ്ട് ആകുമോ, അതായത് പ്രോസസ്സിംഗ് ഫീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ കുറേ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് സോൾവ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എംബാങ്കിൽ നിന്നും എങ്ങനെയാണ് വേറൊരു ബാങ്കിലോട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ്. അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ എന്നുള്ളത് ഞാൻ അതിൻ്റെ അകത്ത് തന്നെ പറയുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് എംബാങ്കിൽ നിന്നും വേറൊരു അക്കൗണ്ടിലോട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് വാ. ഗൈസ്, അതിനായിട്ട് നമ്മൾ ആദ്യമേ എംബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വ്യൂ അക്കൗണ്ട് ഹിയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ബാലൻസും അതുപോലെ തന്നെ സെൻഡ് മണി എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. സെൻഡ് മണി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് വൺ ടൈം ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ടു എ ബെനിഫിഷ്യറി സെലക്ട് ചെയ്യുക. ടു എ ബെനിഫിഷ്യറി സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് എംബാങ്കിൻ്റെ അക്കൗണ്ടും ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ UAE-യിലുള്ള മറ്റേതെങ്കിലും ബാങ്ക് അക്കൗണ്ടും ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിരിക്കുന്ന ബെനിഫിഷ്യറി അക്കൗണ്ടുകളാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ബെനിഫിഷ്യറി അക്കൗണ്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ന്യൂ ബെനിഫിഷ്യറി എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ബെനിഫിഷ്യറി അക്കൗണ്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ല, നിങ്ങൾ ഓൾറെഡി ആഡ് ചെയ്ത ബെനിഫിഷ്യറി അക്കൗണ്ടിലോട്ടാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിലേത് അക്കൗണ്ടിലോട്ടാണോ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ആ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ എത്രയാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഫണ്ട് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് പർപ്പസ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പർപ്പസ് ഞാൻ ഫിനാൻഷ്യൽ സർവീസാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും നോട്ട് ഉണ്ടെങ്കിൽ നോട്ടും കൂടെ ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾക്ക് അടുത്ത പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇതിൻ്റെ അകത്ത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ടും അതിൻ്റെ ചാർജസും കാര്യങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഫണ്ട് 200 ദിറംസാണ് എൻ്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ ചാർജസ് ആയിട്ട് 51 ഫിൽസാണ് അവർ ഈടാക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം സെൻഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെൻഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു OTP വരും. ആ OTP നമ്പർ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കും. അതിൻ്റെ അത് ഡണ്ണ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആകും. അപ്പോൾ ഗൈസ്, എങ്ങനെയാണ് എംബാങ്കിൽ നിന്നും വേറൊരു ബാങ്ക് അക്കൗണ്ടിലോട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിപ്പോൾ പേഴ്സണലി യൂസ് ചെയ്യുന്നത് 2 ബാങ്ക് അക്കൗണ്ടാണ്. ഒന്ന് എംബാങ്കും ഒന്ന് പേയ്റ്റും. അതുകൊണ്ടാണ് എംബാങ്കിൽ നിന്നും പേയ്റ്റിലോട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് ഞാൻ കാണിച്ചത്. അപ്പോൾ എന്തെങ്കിലും എംബാങ്കിനെ കുറിച്ചോ അല്ലെങ്കിൽ പേയ്റ്റിനെ കുറിച്ചോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ ഓൾറെഡി എംബാങ്കിനെയും പേയ്റ്റിനെയും കുറിച്ച് കുറേ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോസും കൂടി ഒന്ന് ചെന്ന് കണ്ടു നോക്കുക. അപ്പോൾ ശരി ഗൈസ്, ഇനിയും പുതിയ വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.